കേരളത്തിലെ മന്ത്രിമാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എല്ലാവർക്കും തന്നെ അറിയണമെന്നില്ല. പക്ഷേ സാധാരണ ഒരു MLA ആയ PV അൻവറിനെ കുറിച്ച് ചോദിച്ചാൽ എല്ലാവർക്കും സുപരിചിതമാണ്. കാരണം ഒരുപാട് ദിവസങ്ങളായി മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം സാക്ഷാൽ PV അൻവറും. ശരിക്കും എന്താണ് അൻവറിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും ഉത്തരം കിട്ടണമെന്നില്ല. കാരണം ചെറിയൊരു സംഭവത്തിലൂടെ തുടങ്ങി തൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ ചോദ്യചിഹ്നമാവുന്ന രീതിയിലാണ് അൻവറിന്റെ പോക്ക്. ഒരു മാധ്യമ പ്രവർത്തകനെതിരെ ആദ്യം തുടങ്ങുകയും അതിനുശേഷം അത് പോലീസ് ഫോഴ്സിലേക്ക് മാറുകയും അതിനുശേഷം പോലീസ് ഫോഴ്സിന്റെ മുഴുവൻ നിയന്ത്രണവും P ശശിയുടെ പേരിലാണെന്ന രീതിയിൽ അയാൾക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത പോരാട്ടം. പക്ഷേ അത് സാക്ഷാൽ മുഖ്യമന്ത്രിയെ ചൊടിപ്പിക്കുകയും അവസാനം അവർ പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും ഔട്ടാവും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും വലിയ ഭീഷ്മാചാര്യൻ തന്നെയാണ് സാക്ഷാൽ പിണറായി വിജയൻ. കാരണം രണ്ടാം ഊഴം ഏറ്റെടുത്ത് വിജയിച്ച സർക്കാർ, ഒരുപക്ഷെ കേരള ജനത ഏറ്റവും കൂടുതൽ നെഞ്ചേറ്റിയ നേതാവ്, ഒരു കാര്യത്തിലും പതറാത്ത ഇരട്ടച്ചങ്കനുള്ളവൻ എന്ന് പല രീതിയിലും അദ്ദേഹത്തെ പല ആളുകളും വിളിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നു അൻവറിന്റെ പല പ്രസ്താവനകളും. അവസാനം പിണറായിക്കെതിരെ തുറന്ന പോര് പ്രഖ്യാപിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഒരു പാർട്ടി രൂപീകരിച്ചാൽ അതിനെ ഞാൻ നയിക്കുമെന്ന രീതിയിലേക്കൊക്കെയും തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പോയി. അൻവർ തന്നെ പറഞ്ഞ പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത്. ഒരുപക്ഷെ അത് അൻവറിൻ്റെ ഏറ്റവും വലിയ വിജയം തന്നെയായിരുന്നു. അൻവറിനെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നതിനും അപ്പുറം അൻവറിനെ ഒരുപാട് ആളുകൾ എതിർക്കുകയും ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന പേരാണ് ശരിക്കും പറഞ്ഞാൽ ഷാജൻ സക്രിയ. അദ്ദേഹം തൻ്റെ മറുനാടൻ മലയാളി എന്ന ചാനലിലൂടെ പല തരത്തിലും അൻവറിനെതിരെ പല രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെയും തന്നെയാണ് അഴിച്ചുവിടുന്നത്. ശരിക്കും ഷാജൻ സക്രിയ അൻവർ ഒരു വർഗീയവാദിയാണെന്ന് പറയുമ്പോൾ കണ്ണടച്ചും അത് വിശ്വസിക്കാനൊന്നും സാധിക്കുകയില്ല. കാരണം ഷാജൻ സക്രിയയുടെ ഏറ്റവും വലിയ ശത്രുവാണ് PV അൻവർ. തൻ്റെ ശത്രുവിനെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തുക എന്ന് മാത്രമായിരിക്കും ചിലപ്പോൾ സക്രിയയുടെ വിചാരങ്ങൾ. തൻ്റെ നിലപാടുകളും തൻ്റെ വിമർശനങ്ങളും കാരണം ഒരുപാട് ശത്രുക്കൾ ഷാജൻ സക്രിയയ്ക്ക് തന്നെ ഉണ്ട്. ഒരുപക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ട പേര് ശരിക്കും പറഞ്ഞാൽ അത് അൻവർ തന്നെയാണ്. കാരണം അൻവറും സക്രിയയുമായിട്ടുള്ള വിഷയത്തിലാണ് ആദ്യമായി സക്രിയ പരാജയം സമ്മതിക്കുന്നതും 1-2 ദിവസം തൻ്റെ ചാനൽ തന്നെ പൂട്ടിക്കെട്ടേണ്ടി വരുന്ന അവസ്ഥയൊക്കെയും തന്നെ അൻവർ ഉണ്ടാക്കി. ഒരുപക്ഷെ അതിൻ്റെ ശത്രുത തീർച്ചയായിട്ടും ഷാജൻ സക്രിയയിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അൻവറിൻ്റെ ജീവിതത്തിലെ എല്ലാത്തിനും തുടക്കം ചുരുക്കി പറഞ്ഞാൽ ശരിക്കും ഷാജൻ സക്രിയയുമായിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു. ഷാജൻ സക്രിയയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തെളിവുകളൊക്കെയും നൽകി അദ്ദേഹത്തിനെതിരെ പോരാട്ടം കടുപ്പിക്കുകയും അവസാനം ഷാജൻ സക്രിയ അകത്താവും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ആ സമയത്ത് പോലീസ് ഷാജൻ സക്രിയയെ സഹായിച്ചു എന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ പോലീസിനെതിരെയും അൻവർ ഒരുങ്ങിക്കെട്ടിയത്. പക്ഷേ പോലീസിന്റെ പലതരത്തിലുള്ള കളികളൊക്കെയും തന്നെ അൻവർ കണ്ടുപിടിച്ചു എന്ന് മനസ്സിലാക്കിയ ഒരു SP അൻവറിനോട് വിളിച്ച് തന്നെ രക്ഷിക്കണമെന്നും ഈ കേസിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്ന രീതിയിൽ കെഞ്ചുന്നതും നമ്മൾ കേട്ടതാണ്. അതിനു മുമ്പ് DGP ആവും വരെ എല്ലാ കടപ്പാടും നിങ്ങളോട് ഉണ്ടാവുമെന്ന രീതിയിലൊക്കെയും തന്നെ ആ SP പറഞ്ഞിരുന്നു. പക്ഷേ അതിനെയൊന്നും മുഖവിലക്കെടുക്കാതെ ആ വോയിസ് റെക്കോർഡ് അടക്കം സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുകയും പിന്നീട് അവർക്കെതിരെ നിലപാടെടുക്കുകയും ആയിരുന്നു ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഫോഴ്സിനെ മുഴുവനും നിയന്ത്രിക്കുന്നത് P ശശി എന്ന രീതിയിൽ ശശിക്കെതിരെ ആയിരുന്നു പിന്നീട് അൻവറിൻ്റെ പോരാട്ടങ്ങൾ. അവർ ചെയ്ത പല കാര്യങ്ങളും അൻവർ വെളിച്ചത്ത് കൊണ്ടുവരികയും അത് സാക്ഷാൽ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ മുഖ്യമന്ത്രി തൻ്റെ വിശ്വസ്തനായ P ശശിയെ ഒരിക്കലും തന്നെ തഴയാൻ തയ്യാറായില്ല. ഒരുപക്ഷെ അതിലുമുപരി അൻവറിനെതിരെ തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ചുവടുവെപ്പും. അവസാനം പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും എല്ലാത്തിൽ നിന്നും താൻ ഔട്ടാവും എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പിണറായിക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങി. തീർച്ചയായിട്ടും CPM-നെ അടക്കി വരിക്കുന്ന പിണറായിക്കെതിരെയാണ് ഇദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകരൊക്കെയും തന്നെ അദ്ദേഹത്തിനെതിരാവുകയും പാർട്ടി മുഴുവനുമായിട്ടും അൻവറിനെ തള്ളുകയും ചെയ്തു. വേറെ നിർവാഹമില്ലാത്തത് കൊണ്ട് തന്നെ ആവണം അദ്ദേഹം ഇതുപോലുള്ള പൊതുപരിപാടികൾക്ക് നേതൃത്വം നൽകാൻ തീരുമാനിച്ചതും അതിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയതും. അതനുസരിച്ച് ഇന്നലെ നടന്ന പരിപാടി വൻ വിജയമായെങ്കിലും ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിനെതിരെ പോലീസ് വല വീശുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാർട്ടിയും സർക്കാരും ശക്തമായ രീതിയിൽ എതിർത്താൽ തീർച്ചയായിട്ടും അൻവറിന് അതിനെയും പിടിച്ചു നിന്ന് അതിജീവിക്കാൻ സാധിക്കുമോ എന്നത് പ്രസക്തമായ ചോദ്യം തന്നെയാണ്. ഒരുപക്ഷെ പല പ്രമുഖരൊക്കെയും തന്നെ ഇതുപോലെ പാർട്ടിക്കെതിരെ പോരാടി വീണവരാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ സാധാരണ ഒരു MLA ആയ ഇദ്ദേഹത്തെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.